എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഈ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് നിങ്ങളുടെ വയറ്റിലുണ്ടാകുന്ന ഡൈജസ്റ്റീവ് പ്രക്രിയയിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇതിൽ നിങ്ങൾക്ക് വയറുവേദന അനുഭവപ്പെടാം, ഡയറിയ അതായത് ലൂസ് മോഷൻ അനുഭവപ്പെടാം, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെടാം, വയറിൽ നിറയെ ഗ്യാസ് നിറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, ഏമ്പക്കം ഒരുപാട് വരുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, വയറ് നിറഞ്ഞ് ഗ്യാസ് നിറഞ്ഞിരിക്കുന്നതായി ഫീൽ ചെയ്യുന്നു, പുറകിലൂടെ നിങ്ങൾക്ക് ഗ്യാസ് പോകുന്നതായും ഫീൽ ചെയ്യാം. ഇത് കണ്ടിന്യൂസ് ആയി നടക്കുമ്പോഴാണ് ഇതിന് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ പ്രശ്നം നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു പോകാനും മറ്റുള്ളവരുമായി ഇടപഴകാനും സോഷ്യൽ സാഹചര്യങ്ങളിൽ പോകുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ അനുഭവപ്പെടാം. എവിടെയെങ്കിലും പോകുമ്പോൾ അടുത്ത ലാട്രിനുണ്ടോ എന്ന് നിങ്ങൾ മുൻകൂട്ടി നോക്കി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. മറ്റുള്ളവരുടെ ഇടയിലേക്ക് പോകുമ്പോൾ പുറകിൽ നിന്നും ഗ്യാസ് പോകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കാം. പുറകിൽ നിന്നും ഗ്യാസ് പോകുന്നോ, മുന്നിൽ നിന്നും ഏമ്പക്കം വരുന്നുണ്ടോ, ഇത് മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ നോട്ടീസ് ചെയ്യുമ്പോൾ അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവരെന്നെക്കുറിച്ച് മോശമായി ധരിക്കില്ലേ എന്നുള്ള ചിന്തകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വന്ന് കൂട്ടുകൂടുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് പോകാനുള്ള മടിയുണ്ടാകുന്നു. നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാറില്ല. ഇതിനെ നെഗറ്റീവായി കാണുന്നതുകൊണ്ട്, ഈ പ്രശ്നത്തെ വളരെ മോശമായി കാണുന്നതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ പതിയെ ഇല്ലാതാക്കും. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശാരീരികമായ ഒരു പ്രശ്നമാണ്. അതായത് ഗ്യാസ് ഉണ്ടാകുന്നതും അതേപോലെ തന്നെ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ ലട്രിൻ പോകുന്ന വീണ്ടും ലൂസായി ലട്രിൻ പോകുന്ന ഈ പ്രക്രിയ, ഇതെല്ലാം ഒരു പരിധിവരെ ശാരീരികമാണ്. പക്ഷേ മാനസികമായി ഇതിനെക്കുറിച്ച് വളരെ മോശമായി ധരിച്ച്, ഇതിനെക്കുറിച്ച് വളരെ മോശമായി ചിന്തിച്ച് ഇത് കൂട്ടുന്ന ഒരു പ്രവണത എല്ലാവരിലുമുണ്ട്. കാരണം ഇത് വളരെയധികം പ്രശ്നമുള്ളതാണ് എന്നും, എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നമുണ്ട്, മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ടുണ്ട്, സോഷ്യൽ സാഹചര്യങ്ങളിൽ പോകാനുള്ള പ്രശ്നമുണ്ട് എന്നെല്ലാം ചിന്തിച്ച് ആങ്സൈറ്റി റിലേറ്റഡായ, സ്ട്രെസ് റിലേറ്റഡായ, ഡിപ്രഷൻ റിലേറ്റഡായ ഒരു പ്രശ്നമായി ഇതിന് മാറ്റിയെടുക്കുന്ന ഒരു സാധാരണ പ്രവണത എല്ലാവരിലും കാണാറുണ്ട്. അതുകൊണ്ട് ഇതിന് കൃത്യമായ ചികിത്സ ആവശ്യമാണ്. ഈ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു കാരണവശാലും സോഷ്യൽ ആങ്സൈറ്റിയായോ ഡിപ്രഷനായോ സാധാരണ ആങ്സൈറ്റി ഡിസോർഡറായോ മാറരുത്. നിങ്ങളതിനെ അങ്ങനെ മാറാൻ സമ്മതിക്കരുത്. അതിനായി ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നൊരു തെറാപ്പി മെത്തേഡ് തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമാവും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു തെറാപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു തെറാപ്പിയും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. പക്ഷേ സാധാരണ ഇതൊരു ശാരീരികമായിട്ടുള്ളൊരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് അതിനൊരു ഗ്യാസ്ട്രോളജിസ്റ്റിൻ്റെയും കൂടി സഹായം ആവശ്യമാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് അൾസറായോ അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങളായി മാറാതിരിക്കാൻ ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിൻ്റെ സഹായം, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടി ആവശ്യമാണ്. അതിൻ്റെ കൂടെ ഈ സൈക്കോതെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും ചെയ്തു കൊണ്ടുപോയാൽ നല്ല വ്യത്യാസമുണ്ടാകും എന്നുള്ളത് റിസർച്ചിൽ ധാരാളം പ്രാവശ്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറയാം. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെരുമാറ്റ രീതികൾ. കോഗ്നിഷനും അതായത് ചിന്തകളെയും പെരുമാറ്റങ്ങളെയും മാറ്റുന്നത് വഴി, അതിനിടയ്ക്ക് ഒരു എണ്ണം കൂടിയുണ്ട് ഇമോഷൻസ്. ചിന്തകളെയും ഇമോഷൻസിനെയും വികാരങ്ങളെയും അതേപോലെ പെരുമാറ്റങ്ങളെയും, ഈ മൂന്നെണ്ണവുമായി ലിങ്ക്ഡാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മാനസിക പ്രവർത്തനങ്ങളും എന്നുള്ളതാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ രീതിയുടെ ബേസ് തന്നെ. ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉപയോഗിച്ച് നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കുന്നു, നിങ്ങളുടെ ഇമോഷൻസിനെ മാറ്റിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോസിറ്റീവായി മാറ്റിയെടുക്കുന്നു. അതിനനുസരിച്ച് നിങ്ങളുടെ ബിഹേവിയറും മാറ്റിയെടുത്താൽ സാധാരണഗതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവും എന്നുള്ളതാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ അസ്യൂമിങ് ഫാക്ടർ തന്നെ. അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കുകയും നിങ്ങളുടെ എമോഷൻസിനെ പോസിറ്റീവാക്കുകയും അതേപോലെ ബിഹേവിയറിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാനസിക പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു തിയറി. ഇതിൽ സാധാരണഗതിയിൽ ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി വന്നത് തന്നെ ആങ്സൈറ്റിയും ഡിപ്രഷനും മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ്.
കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും അത് ഉപയോഗപ്രദമാകും എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഈ IBSൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൽ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചെറിയ ഒരു ഐഡിയ തരാം. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് സൈക്കോ എഡ്യൂക്കേഷൻ. അതൊരു കൗൺസിലിംഗ് പോലെ വർക്ക് ചെയ്യുന്നു. ഈ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പറയുന്ന IBSുമായി ബന്ധപ്പെട്ട പ്രശ്നം, ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആങ്സൈറ്റി, അതായത് നിങ്ങളുടെ ശരീരത്തിലെ സെറോട്ടോണിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നിങ്ങളുടെ സ്റ്റൊമക്കിലാണ്, ഗട്ടിലാണ്. ബ്രെയിനും സ്റ്റൊമക്കും തമ്മിൽ ഈ ഒരു വിഷയത്തിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ സെറോട്ടോണിൻ മൂലം നടക്കുമ്പോൾ അതിലെ പാകപ്പിഴകൾ കൊണ്ട്, അതിലെ പ്രശ്നങ്ങൾ കൊണ്ട് സ്റ്റൊമക്കാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന. ആങ്സൈറ്റി വരുമ്പോൾ, ഡിപ്രഷൻ വരുമ്പോൾ, പേടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭാഗം നമ്മുടെ സ്റ്റൊമക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റൊമക്ക് പെർഫെക്റ്റായിരിക്കുന്നത് ബ്രെയിനിന് ഗുണം ചെയ്യും, ബ്രെയിൻ പെർഫെക്റ്റായിരിക്കുന്നത് സ്റ്റൊമക്കിന് ഗുണം ചെയ്യും. നേരെ തിരിച്ചും സംഭവിക്കാം. സ്റ്റൊമക്ക് മോശമാണെങ്കിൽ അത് നിങ്ങളുടെ മൂഡിനെ ബാധിക്കും, സ്റ്റൊമക്ക് മോശമാണെങ്കിൽ അത് നിങ്ങളുടെ പെരുമാറ്റത്തെ ബാധിക്കും, നേരെ തിരിച്ചും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്റ്റൊമക്കിനെ പെർഫെക്റ്റായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ദഹന പ്രക്രിയയും അത്തരം കാര്യങ്ങളുമെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ മൂഡ് പോസിറ്റീവായിരിക്കും എന്നർത്ഥം, ഇമോഷൻസ് പോസിറ്റീവായിരിക്കും എന്നർത്ഥം. നേരെ തിരിച്ചും. അപ്പോൾ ആൾറെഡി നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. IBS എന്ന് പറഞ്ഞ പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ശാരീരികമായിട്ടുള്ള പ്രശ്നമാണ്. ആ ശാരീരികമായ പ്രശ്നത്തെ മാനസികമായ പ്രശ്നമാക്കി മാറ്റിയെടുക്കുന്ന ഒരു പ്രവണത എന്തുകൊണ്ടുണ്ടാകുന്നു? ഇങ്ങനെയൊരു പ്രശ്നം എനിക്കുണ്ട്, ഞാൻ എങ്ങനെ പുറത്തേക്ക് പോകും, ഞാൻ മറ്റുള്ളവരുമായി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യും, ഞാൻ എങ്ങനെ സോഷ്യൽ സാഹചര്യങ്ങളിലേക്ക് പോകും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എങ്ങനെ വിചാരിക്കും, ഞാനിങ്ങനെ പുറത്തേക്ക് ഗ്യാസ് വിട്ടുകൊണ്ടിരുന്നാൽ മറ്റുള്ളവർക്ക് അതിൻ്റെ മണം വരില്ലേ, അവരെന്നെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കില്ലേ, ഞാനൊരു മാനസിക രോഗിയായി പോകുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഇത് ഇവർക്ക് ധാരാളം ഉണ്ടാകും. കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്ന ഈ ഒരു നെഗറ്റീവ് ചിന്ത ഇവർക്ക് ധാരാളം ഉണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്ത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആങ്സൈറ്റി സിംറ്റംസ് എന്തൊക്കെയാണെന്നും സ്ട്രെസ് സിംറ്റംസ് എന്തൊക്കെയാണെന്നും എന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഈ കാറ്റാസ്ട്രോഫൈസിങ് എന്നുള്ള പ്രശ്നം ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതൊരു മാനസിക രോഗമല്ല, ഇത് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് എന്നെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്ത് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുള്ള പ്രക്രിയ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. സൈക്കോ എഡ്യൂക്കേഷൻ, അതിനുശേഷം ഈ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, അതിൻ്റെ കൂടെ തന്നെ റിലാക്സേഷൻ മെത്തഡോളജി. റിലാക്സേഷനിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സാധാരണ ബ്രീത്തിങ് ടെക്നീക്കും ബെല്ലി ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു ടെക്നീക്കുണ്ട് ശരീരം റിലാക്സ് ചെയ്യാൻ. അതേപോലെ തന്നെ മസ്കുലർ റിലാക്സേഷൻ എന്നുള്ള പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ എന്ന് പറഞ്ഞ ടെക്നീക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇമാജിനേറ്റീവ് റിലാക്സേഷൻ എന്നുള്ള ടെക്നീക്കുണ്ട്. യോഗ ചെയ്യാൻ പറയാറുണ്ട്, മൈൻഡ്ഫുൾനെസ് ചെയ്യുവാൻ പറയാറുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ്ഡ് ആവുന്നു. നിങ്ങൾക്ക് സൈക്കോ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞു, ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. അതിനുശേഷം നിങ്ങളെ റിലാക്സ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എങ്ങനെയാണ് റിലാക്സ് ചെയ്യേണ്ടത്, നമ്മളെങ്ങനെ റിലാക്സ് ചെയ്യും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നു. ആ ക്ലാരിറ്റി ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുള്ള മെത്തഡോളജി പറഞ്ഞു തരുന്നു. ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷം പതിയെ നിങ്ങളെ ആ സാഹചര്യത്തിലേക്ക്, ഏത് സാഹചര്യത്തിലേക്ക് പോകാനാണോ നിങ്ങൾക്ക് വിഷമമുള്ളത് ആ സാഹചര്യത്തിലേക്ക് പതിയെ നിങ്ങളെ കൊണ്ടുപോകുന്നു. അതിന് നമ്മൾ എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും. ഇതെല്ലാം കൂടി ചേരുന്ന, അതിനിടയ്ക്ക് വേറെയും ടെക്നിക്സ് ഉണ്ട്, അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്ത് പതിയെ ഒരു 4 ആഴ്ച മുതൽ 12 ആഴ്ച വരെ എടുത്ത് പതിയെ നിങ്ങളുടെ IBS എന്നുള്ളത് നിങ്ങളുടെ അത്ര വലിയ പ്രശ്നമല്ല. അത് സാധാരണഗതിയിൽ സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിനെ മാനേജ് ചെയ്യുന്നത് അതേപോലെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയും അതിന് തക്കതായിട്ടുള്ള ഡയറ്റും അതിന് തക്കതായിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്താൽ അത് ഭംഗിയായി മാനേജ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഈ CBT ചെയ്തത്.
IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പൂർണ്ണമായും ക്യൂറബിൾ അല്ല എന്നുണ്ടെങ്കിലും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും കൗൺസിലിങ്ങിൻ്റെയും സഹായത്തോടു കൂടി അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തെടുക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ മാനേജ് ചെയ്തെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്.